നമസ്കാരം. പ്രധാന വാർത്തകൾ. നെല്ലായിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. പട്ടിശ്ശേരി സ്വദേശി പ്രീതയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഓട്ടോ ഡ്രൈവർക്കും പരിക്ക്. ചെർപ്പളശ്ശേരി നഗരസഭ ഭരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ്. മാലിന്യ സംസ്കരണത്തിലും ഭരണനിർവഹണത്തിലും പോരായ്മ ചൂണ്ടിക്കാട്ടി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഭരണമെന്നും നേതാക്കൾ. പാലക്കാട് ജില്ലയിൽ അധിക +1 സീറ്റുകൾ വേണമെന്നാവശ്യപ്പെട്ട് MSF പ്രതിഷേധം. ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. നിപ്പ പട്ടാമ്പിയിലും ജാഗ്രത പുലർത്തണമെന്ന് മുഹമ്മദ് മൂസിൻ MLA. മലപ്പുറത്ത് മരണപ്പെട്ട കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ പട്ടാമ്പിയിൽ നിന്നുള്ള കുട്ടിയുള്ളതായും ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ലെന്നും MLA. കരിമ്പുഴയിൽ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായി പ്രവർത്തിച്ച 2 ഹോട്ടലുകൾ അടപ്പിച്ചു. മലിനജലം പുറത്തേക്കൊഴുക്കിയതിന് നടപടി. ചെർപ്പളശ്ശേരി നഗരത്തിലെ ഗതാഗതക്കുരുക്ക്. അനധികൃത പാർക്കിംഗ് കർശനമായി തടയാൻ ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ടൗണിൽ ബസ്സുകളുടെ സ്റ്റോപ്പുകൾ നിയന്ത്രിക്കും. വിശദമായ വാർത്തകളിലേക്ക്. നെല്ലായിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. പട്ടിശ്ശേരി ഏറത്ത് വീട്ടിൽ പ്രീതയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് രാമൻകുട്ടിക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 9:30 നെല്ലായ പള്ളിപ്പടിയിൽ മപ്പാട്ടുകര റോഡ് സംഗമിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. മപ്പാട്ടുകര ഭാഗത്തു നിന്നും നെല്ലായ ഭാഗത്തേക്ക് വന്ന സ്കൂട്ടർ റോഡ് സംഗമിക്കുന്ന ഭാഗത്ത് വെച്ച് ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പ്രീതയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. റോഡിലേക്ക് മറിഞ്ഞ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ പ്രീതയെയും ഭർത്താവ് രാമൻകുട്ടിയെയും ആദ്യം ചെർപ്പളശ്ശേരിയിലെയും പിന്നീട് പെരിന്തൽമണ്ണയിലെയും സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും പ്രീത മരണപ്പെട്ടു. പരിക്കേറ്റ ഭർത്താവ് രാമൻകുട്ടി ചികിത്സയിലാണ്. ഓട്ടോ ഡ്രൈവർ കൊപ്പം മേൽമുറി സ്വദേശി അബ്ദുൽ ലത്തീഫിനും പരിക്കുണ്ട്. പേങ്ങാട്ടിരിയിലെ ഗാർമെന്റ് ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രീത. ശ്രീയ, ശ്രീരാഗ് എന്നിവർ മക്കളാണ്. 2 റോഡുകൾ കൂടിച്ചേരുന്ന ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാണെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ ഇങ്ങനെ വരുന്നിടത്ത് ഒരു സിഗ്നലിൽ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഒരു മരണം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആളുകൾ സഹകരിച്ചിട്ട് അത് ഇവിടെ ചെയ്യണം. ഇവിടെ സ്ഥിര അപകട മേഖലയാണ്. ഇവിടെ സ്ഥിര അപകട മേഖല തന്നെ അല്ലേ? നല്ല വളവാണ്. അത് എല്ലാവരും കൂടി അത് ചെയ്യണം. അതിപ്പോൾ മപ്പാട്ട് റോഡ് മറ്റങ്ങോട്ട് ഇറങ്ങുന്നതും കുറേ ശ്രദ്ധ കമ്മിയുണ്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ ഇത് സംഭവിക്കുന്നത്. ഇന്നത്തെ ഇപ്പോൾ അപകടത്തിനും കാരണം തന്നെയാണ്. അതെ അതെ. ചെർപ്പളശ്ശേരി നഗരസഭ ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നാരോപിച്ച് നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാര്യക്ഷമമല്ലാത്ത മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടക്കുന്നതെന്നും നികുതി വർധനവ്, കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഭരണ സംവിധാനം, വാർഷിക പദ്ധതി പൂർത്തീകരണത്തിലെ കാര്യക്ഷമമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് ചെറുപ്പളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. MES കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ പണം അങ്ങോട്ട് കൊടുത്തിട്ടാണ്. അപ്പൊ ഫലപ്രദമായ മാലിന്യ സംസ്കരണ മാനേജ്മെന്റ് ചെർപ്പളശ്ശേരി നഗരസഭയിൽ പാളി. ഭീമമായ കെട്ടിട നികുതി പിരിക്കുന്നവർ, 1200 രൂപ ഹരിതകർമ്മ സേനക്ക് വാങ്ങുന്നവർ ഒരു MCF കെട്ടി ഉണ്ടാക്കാൻ 3 കൊല്ലായി നടക്കുന്നു. യാർഡിൽ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇപ്പൊ MCF എന്താ അറിയോ? മഹാനായ ദിവംഗതനായ നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന സഖാവ് EMSന്റെ പേരിൽ ഒരു സ്ഥാപനമുണ്ട് ഇവിടെ, കമ്മ്യൂണിറ്റി ആള്. ഈ അതിന്റെ ഉള്ളിലൊന്ന് പോയി നോക്കണം. ഇപ്പൊ നിങ്ങള് EMS സ്മാരക ഹാൾ ഇപ്പൊ MC
എന്താ MCF മാലിന്യം ശേഖരിച്ച് തരംതിരിക്കുന്ന സ്ഥലം ഇപ്പോ മാലിന്യത്തിന്റെ യാർഡായി ഈ ടൗൺ ഹാൾ മാറി അതിന്റെ പേര് മാറ്റണമെന്നാണ് എനിക്ക് ഭരണസമിതിയോട് ആവശ്യപ്പെടാനുള്ളത്. അപ്പൊ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തിയില്ല. കെട്ടിട ഉടമകളെ അവരെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാതെ, അവരെ പറഞ്ഞ് വാക്ക് പാലിക്കാതെ അവരെ വഞ്ചിച്ച ഭരണസമിതി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സുബീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ചെറുപ്പശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അനീസ് മുടിക്കുന്നൻ അധ്യക്ഷനായി. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ജിഷിൽ, വിനോദ് കളത്തൊടി, KT രതിദേവി, ഷമീർ ഇറക്കിങ്ങൽ, സഞ്ജിത് ഒറവൻകുന്നത്ത്, P ആഷിഖ്, അർജുൻ അശോകൻ, P അക്ബർ അലി, VG ദീപേഷ്, P സുഭാഷ്, കൗൺസിലർമാർ എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് ജില്ലയിൽ അധിക +1 സീറ്റുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് MSF ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധത്തിൽ പോലീസുമായി ഉന്തും തള്ളും. പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് ഉന്തും തള്ളിനും കാരണം. ജില്ലയിൽ അധിക +1 സീറ്റുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് MSF ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചത്. MSF സംസ്ഥാന കമ്മിറ്റി അംഗം അമീൻ റാഷിദ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. ഈ ഒറ്റപ്പാലത്തെ DO ഓഫീസിലേക്ക് MSFന്റെ പ്രവർത്തകർ വളരെ പെട്ടെന്ന് കടന്നു വരാനുള്ള കാരണം, +1 അപേക്ഷ നൽകിയ ആദ്യഘട്ടം കഴിഞ്ഞ് ഏകദേശം 25,000 വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ മലബാറിലെ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ മന്ത്രി അടക്കം പറഞ്ഞ കണക്ക് പ്രകാരം പാലക്കാട് ജില്ലയിൽ 2000-ലേറെ വിദ്യാർത്ഥികൾക്ക് +1 തുടർന്ന് പഠിക്കാനുള്ള സീറ്റുകളില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി സർക്കാർ മുതിർന്നപ്പോ പ്രത്യക്ഷ സമരവുമായി തെരുവുകളിലുണ്ടായിരുന്ന RDD ഓഫീസുകളിലേക്കും DO ഓഫീസുകളിലേക്കും അവസാനം മന്ത്രിയുടെ വസതിയിലേക്ക് വരെ പ്രത്യക്ഷമായ സമരം നടത്തിയിരുന്ന MSF സമരത്തിൽ നിന്ന് പിന്മാറി ആ സർക്കാരിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. പക്ഷേ ഇന്ന് അവസാനമായ സപ്ലിമെന്ററി അലോട്ട്മെന്റും ഇന്ന് വരാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ പാലക്കാട് ഈ മന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരം 2000-ലേറെ വിദ്യാർത്ഥികൾ +1 എന്ന സ്വപ്നവും വീടുകളിലും തെരുവുകളിലും കഴിയേണ്ട ഗതികേട് കൊണ്ടാണ് MSF എന്ന് പറയുന്ന ഒരു ധാർമ്മിക വിദ്യാർത്ഥി സംഘടനക്ക് ഇത്തരം ഒരു പ്രതിഷേധവുമായി കടന്നു വരേണ്ട സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. ഇത് പോലീസുമായി ഉന്തും തള്ളിനും കാരണമായി. തുടർന്ന് 2 പേർക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായി സംസാരിക്കുന്നതിനും പോലീസ് അനുവാദം നൽകി. ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ പമ്പ്ര അധ്യക്ഷനായി. ഒറ്റപ്പാലം മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് PMA ജലീൽ, വൈസ് പ്രസിഡന്റ് PP മുഹമ്മദ് കാസിം, MSF ഒറ്റപ്പാലം മണ്ഡലം വൈസ് പ്രസിഡന്റ് മിദ്ലാജ് പാറമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. MSF ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങളായ ജാസിർ, ഫാസിൽ ചേങ്ങോടൻ, സിനാൻ, മുബഷീർ അലി, ഷാഹുൽ, ഷാനവാസ്, ആഷിഫ്, മിദ്ലാജ്, റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നിപ്പ പട്ടാമ്പിയിലും ജാഗ്രത പുലർത്തണമെന്ന് മുഹമ്മദ് മൂസിൻ MLA. മലപ്പുറത്ത് മരണപ്പെട്ട കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ പട്ടാമ്പിയിൽ നിന്നുള്ള ഒരു കുട്ടിയുണ്ടെന്നും എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും MLA പറഞ്ഞു. നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ്. പട്ടാമ്പി മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടി ആശുപത്രിയിൽ, നേരത്തെ നിപ്പ ബാധിച്ച കുട്ടിയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട്, ആ ആശുപത്രിയിൽ കിടന്ന ഒരു കോണ്ടാക്ട് ഉണ്ടായ ഒരു കുട്ടി നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ
നേരിട്ടുള്ള വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ പ്രദേശങ്ങളും ഈ നിപ്പ ബാധിച്ച പ്രദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോണ്ടാക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആളുകളൊന്ന് ജാഗ്രത പാലിക്കണം. നിപ്പയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന തരത്തിൽ വാർത്തകളിൽ വരുന്ന സ്ഥലങ്ങളിൽ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം പോവുക എന്നുള്ളതാണ്. എന്തായിരുന്നാലും നമ്മുടെ മണ്ഡലത്തിലും പരിസരത്തുമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ചെർപ്പളശ്ശേരി നഗരത്തിലെ ഗതാഗതക്കുരുക്ക്, അനധികൃത പാർക്കിംഗ് കർശനമായി തടയാനും ടൗണിൽ ബസ്സുകളുടെ സ്റ്റോപ്പുകൾ നിയന്ത്രിക്കാനും തീരുമാനം. സ്റ്റാൻഡ് പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷകളെ ഓടാൻ അനുവദിക്കില്ല. ചൊവ്വാഴ്ച നഗരസഭയിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ചെർപ്പളശ്ശേരി നഗരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായാണ് ചെർപ്പളശ്ശേരി CI ടി ശശികുമാറിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് കൺട്രോൾ കമ്മിറ്റി യോഗം ചേർന്നത്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ, കൗൺസിലർമാർ, വ്യാപാരി പ്രതിനിധികൾ, ബസ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, MVD ഉദ്യോഗസ്ഥർ, PWD ഉദ്യോഗസ്ഥർ, ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനും സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പുകൾ നിയന്ത്രിക്കാനും യോഗത്തിൽ തീരുമാനമായി. കൂടാതെ സ്റ്റാൻഡ് പെർമിറ്റില്ലാതെ നഗരത്തിൽ സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങൾക്ക് തടയിടാനും യോഗത്തിൽ തീരുമാനിച്ചു. സ്റ്റാൻഡിൽ നിന്നും എടുക്കുന്ന സ്വകാര്യ ബസ്സുകൾ പാലക്കാട് ഭാഗത്തേക്കുള്ളവ മലബാർ കോംപ്ലക്സിന് സമീപത്തും, ഒറ്റപ്പാലം റോഡിലേക്ക് പോകുന്ന ബസ്സുകൾ പോസ്റ്റ് ഓഫീസ് പരിസരത്തും, പട്ടാമ്പി ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപത്തും മാത്രമേ നിർത്താൻ അനുവദിക്കുകയുള്ളൂ. കൂടാതെ ബസ്സുകൾ സ്റ്റാൻഡിൽ 5 മിനിറ്റിലധികം പാർക്ക് ചെയ്യുന്നത് നിയന്ത്രിക്കും. ടൗണിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ഓട്ടോറിക്ഷകളും ഓഗസ്റ്റ് 20 മുമ്പായി മതിയായ രേഖകൾ ഹാജരാക്കി പെർമിറ്റ് പുതുക്കണം. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ലോഡ് ഇറക്കാനെത്തുന്ന വലിയ വാഹനങ്ങൾക്ക് സമയം തിട്ടപ്പെടുത്താനും കൂടാതെ നഗരത്തിലെ റോഡുകളിൽ കുഴിയടച്ച് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാനും ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ടൗണിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ടൗണിൽ അനധികൃത പാർക്കിംഗ് വ്യാപകമായിട്ടുണ്ട് എന്ന ആക്ഷേപം ഉയരുണ്ടായിരുന്നു. അനധികൃത പാർക്കിങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസും MVA അധികൃതരും എല്ലാവിധ പിന്തുണയും നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ, പെർമിറ്റില്ലാത്ത, യാതൊരു രേഖയുമില്ലാത്ത വാഹനങ്ങൾ ടൗണിൽ ഓടുന്നുവെന്ന ആക്ഷേപം ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഓട്ടോറിക്ഷയ്ക്കും സ്റ്റാൻഡ് അടിസ്ഥാനത്തിൽ തിരിച്ചറിയൽ രേഖ കൊടുക്കാൻ തീരുമാനിച്ചു. ആഗസ്റ്റ് 20-നുള്ളിൽ ഓട്ടോറിക്ഷയുടെ സ്റ്റാൻഡ് അടിസ്ഥാനത്തിൽ രേഖകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും പോലീസ് കൂടെ ഉൾപ്പെട്ടുകൊണ്ട് അവർ ഏത് സ്റ്റാൻഡിലെ വണ്ടിയെന്ന് തിരിച്ചറിയുന്ന രേഖ 1 മാസത്തിനുള്ളിൽ തന്നെ നൽകാനാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചത്. ഹൈസ്കൂൾ റോഡിലെ ഗതാഗത പ്രശ്നം, ഹൈസ്കൂൾ റോഡിൽ വലിയ വാഹനങ്ങൾ സ്കൂൾ സമയത്തൊക്കെ തന്നെ ചിതറിപ്പാഞ്ഞു വരുന്നു എന്ന ആക്ഷേപം, അത് കുട്ടികളുടെയൊക്കെ ജീവനൊക്കെ തന്നെ ഭീഷണി ഉണ്ടാക്കുന്നു എന്നൊരാക്ഷേപം ഇന്നത്തെ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് എന്തായാലും 8:30 മണി മുതൽ 10 മണി വരെയും, അത് 3 മണി മുതൽ 5 മണി വരെയും ഹൈസ്കൂൾ റോഡിൽ വലിയ വാഹനങ്ങൾ ഓടേണ്ടതില്ല എന്ന് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയും അതിനനുസൃതമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ടൗണിൽ മുഴുവൻ സമയവും പോലീസ് സേവനം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ടൗണിൽ പോലീസ് സേവനം നൽകാൻ കഴിയും എന്നാണ് പോലീസ് അധികാരികൾ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പ്രൈവറ്റ് ബസ്സുകൾ എല്ലാ ഭാഗത്തും നിർത്തി ടൗണിൽ ക്രമാതീതമായ ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്നൊരാക്ഷേപം വിവിധ റോഡുകളിൽ നിന്ന് വരുന്നു. അതിന് പരിഹാരമായിക്കൊണ്ട് നിശ്ചയ സ്റ്റോപ്പുകൾ ഒഴിച്ച് മറ്റെവിടുന്നും ആളെ കയറ്റുന്നത് നിയമവിരുദ്ധമാണെന്നും അതിനെതിരെ കർശന നടപടിയെടുക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കരിമ്പുഴയിൽ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായി പ്രവർത്തിച്ചിരുന്ന 2 ഹോട്ടലുകൾ ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടി.
കരിമ്പുഴ പഞ്ചായത്തിൽ പൊമ്പ്രയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ശ്രീമുത്തപ്പൻ, കരിയോടുള്ള ഹോട്ടൽ വിഘ്നയ എന്നിവയ്ക്കെതിരെയാണ് നടപടി. വൃത്തിഹീനമായും മലിനജലം പൊതുനിരത്തിലേക്ക് ഒഴുക്കിവിടുന്നതായും കണ്ടെത്തിയതിനെ തുടർന്ന് ഹോട്ടലുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി. നിയമലംഘനം നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സജീവ് അറിയിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം.എൻ. ഗോപാലകൃഷ്ണൻ, ബാബു CK, വിജിത MC എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. AIYF നേതാവ് ഷാഹിന മണ്ണാർക്കാട് തൂങ്ങി മരിച്ച മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ പോലീസ് വിശദമായ പരിശോധന നടത്തി. ഫോറൻസിക്, വിരലടയാള വിദഗ്ധൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. ഷാഹിനയുടെ ഡയറി, മൊബൈൽ ഫോൺ എന്നിവ കസ്റ്റഡിയിലെടുത്തു. വീടിന്റെ വാതിലുകൾ, തൂങ്ങി മരിച്ച മുറി, വീടിന്റെ പരിസരം എന്നിവ ഉൾപ്പെടെ പരിശോധിച്ചു. വിരലടയാളങ്ങളും ശേഖരിച്ചു. ഷാഹിനയുടെ ഡയറി, ഫോൺ എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് പോലീസ് സംഘം വീട്ടിലെത്തിയത്. ഉച്ചയ്ക്ക് ശേഷം ഷാഹിനയുടെ എടേരത്തെ വീട്ടിലെത്തിയും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ഷാഹിന ജോലി ചെയ്തിരുന്ന വെളിച്ചെണ്ണ വിപണന സ്ഥാപനവുമായി ബന്ധപ്പെട്ടും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇത്തരം മരണങ്ങൾ നടന്നാൽ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സാധ്യതകളും പരിശോധിക്കുന്നത് സ്വാഭാവിക നടപടിക്രമങ്ങളാണെന്നും അതിന്റെ ഭാഗമായാണ് പരിശോധനയെന്നും പോലീസ് പറഞ്ഞു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. AIYF ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണാർക്കാട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ഷാഹിനയെ തിങ്കളാഴ്ച രാവിലെയാണ് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എടേരം ജുമാ മസ്ജിദിൽ ഖബറടക്കി. പാർട്ടി പരിപാടികളിൽ സജീവമായിരുന്നു ഷാഹിന. ഇടവേള. വാർത്തകൾ തുടരുന്നു. കൊപ്പം കരിങ്ങനാട് പൂട്ടിക്കിടന്നിരുന്ന വീട് കുത്തിത്തുറന്ന മോഷണ ശ്രമം. കാര്യമായ ഒന്നും മോഷണം പോയിട്ടില്ലെന്നാണ് നിഗമനം. വീട്ടുകാർ സ്ഥലത്തെത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ. കരിങ്ങനാട് പൂക്കാടത്ത് ഉസ്മാന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ല. വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്നാണ് അകത്ത് കയറിയിരിക്കുന്നത്. മുറികൾക്കുള്ളിലെ അലമാരകളും കുത്തിത്തുറന്നിട്ടുണ്ട്. വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ വലിച്ചുവാരിയിട്ട നിലയിലാണ്. വീട്ടുകാർ സ്ഥലത്തെത്തിയാൽ മാത്രമേ വല്ലതും മോഷണം പോയിട്ടുണ്ടോ എന്നത് വ്യക്തമാവുകയുള്ളൂവെന്ന് ഉസ്മാന്റെ സഹോദരൻ അലി പറഞ്ഞു. ഞാൻ ഇവിടെ ദിവസം ഇറങ്ങുന്നതിന് എൻ്റെ വീട് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ നേരെ മേലുള്ളത്. അപ്പം ഞാൻ ഒന്നരാടം ഇതിലൊക്കെ തന്നെ ഇറങ്ങിപ്പോവും. വേപ്പിൻ്റെ ഇല പൊട്ടിക്കും, അതാക്കും ഇതാക്കും, ഇതിനൊക്കെ നടന്നു പോകും. ചിലപ്പോൾ ഗേറ്റ് ആരെങ്കിലുമൊക്കെ തുറന്നുവിടും ഈ പിരിവുകാർ വന്നാൽ. അപ്പോൾ അത് വന്ന് അടച്ചിടും. ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നിപ്പോൾ അവിടെ പൈപ്പ് ലൈൻ, പിന്നെ മെയിൻ ലൈൻ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. എന്താണ് വെള്ളം പോരുന്നതെന്ന് എഴുതിയിട്ട് നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ ഡോറ് തുറന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ ഡോറിൻ്റെ അടുത്ത് പോയി. ഉള്ളിൽ കയറിയൊന്നുമില്ല. പിന്നെ സ്റ്റേഷനിൽ നിന്ന് ആൾ വന്ന്, മൂപ്പര് ആളെ വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്ന്. എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. കാരണം അതിന് അവരാരെങ്കിലും വരണം. ജ്യേഷ്ഠനും മക്കളും ആരെങ്കിലും. ഇപ്പോൾ മൂത്ത മകൻ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ 3 മണിയാകുമ്പോഴേക്കിനും എത്തും. അപ്പോൾ അവൻ എത്തിയാലാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. കാര്യമായിട്ട് വലിയ ഗോൾഡും ഗീൽഡൊന്നും ഇവിടെ വെക്കൂല. കാരണം എന്താണെന്ന് പറഞ്ഞപ്പോൾ കുറേ കാലമായിട്ട് സ്ഥിരതാമസമില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. വീട്ടുകാർ നിലവിൽ കോയമ്പത്തൂരിലാണ് താമസം. അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവില്ലെന്നാണ് നിഗമനം. ചെർപ്പളശ്ശേരി മണ്ണാർക്കാട് പാതയിൽ ശ്രീകൃഷ്ണപുരം അമ്പാടിക്കനാൽ പാലത്തിന് മുകളിൽ രൂപപ്പെട്ട ഗർത്തങ്ങൾ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നു. പ്രദേശവാസികൾ റോഡിലെ കുഴിയിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. നിരവധി തവണ പൊതുമരാമത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കനാൽ പാലത്തിന് മുകളിൽ രൂപപ്പെട്ട ഗർത്തങ്ങൾ വാഹനങ്ങൾക്ക് വലിയ അപകട ഭീഷണിയായി മാറിയ സാഹചര്യത്തിലാണ് കുഴിയിൽ വാഴനട്ട് പ്രതിഷേധിച്ചത്. മണ്ണാർക്കാട് ഗുരുവായൂർ പ്രധാനപ്പെട്ട റോഡ്, അതുപോലെ മണ്ണാർക്കാട് ഒറ്റപ്പാലം റോഡ്, ഒരുപാട് വാഹനങ്ങളും ഒരുപാട് ജനങ്ങൾ സഞ്ചരിക്കുന്ന ഈ റോഡിൽ
കാലങ്ങളായി ഇതുപോലെ ഈ കുഴി എന്നും നിലനിൽക്കുകയാണ്. അധികൃതരോട് എല്ലാ തരത്തിലും നമ്മൾ പറഞ്ഞു നോക്കി. അവരതിലെ താൽക്കാലികമായിട്ട് മണ്ണ് പോരലല്ലാതെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായപ്പോഴാണ് ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ, ഇവിടുത്തെ നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ഈ പറയുന്ന വാഴ വെച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനൊരു പരിഹാരമുണ്ടായിട്ടില്ലെങ്കിൽ റോഡ് തടയൽ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സന്നദ്ധരാണ്. ഒരു കാരണവശാലും ഇതുപോലെയുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ സർക്കാർ ജാഗ്രത പാലിക്കണം. എത്രയും പെട്ടെന്ന് ഈ കുഴി അടയ്ക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് കുഴികളടച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ഇനിയും ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണു തുറന്നില്ലെങ്കിൽ റോഡ് തടയൽ ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. മണികണ്ഠൻ പാലാങ്കുഴി, രത്നാകരൻ വടക്കേതിൽ, ബാബു CC, നാമിഷ് N, സുരേഷ് ബാബു പുളിക്കൽ, ബാബു, മണികണ്ഠൻ മഠത്തിൽ, സുരേഷ്, മനോജ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കടമ്പഴിപ്പുറം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് കെ പ്രേംകുമാർ MLA. ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MLA. സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കെട്ടിടത്തിന്റെ റൂഫ് അടർന്നു വീഴുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് എത്തിയതായിരുന്നു MLA. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്തമായ ഇടപെടലിലൂടെ CHSയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതായി MLA പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അടുത്ത നടപടികളിലേക്ക് പോകുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും MLA അറിയിച്ചു. കടമ്പഴിപ്പുറം CHCയുടെ പഴയ കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു 2 ഗ്രില്ല് നിൽക്കുന്ന ഭാഗത്ത് വെയിറ്റ് വന്നിട്ട് ഒരു ചെറിയ പ്രയാസം വന്നിട്ടുണ്ട്. അത് നോക്കുന്നതിനും വിലയിരുത്തുന്നതിനും അടിയന്തരമായി തന്നെ അത് പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശാസ്ത്രകുമാർ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ പ്രദേശവാസിയുമായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യൻ, പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ നാരായണൻകുട്ടി, അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ ശ്രീ അബ്ബാസ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ വന്ന് പരിശോധിച്ചത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എഞ്ചിനീയറിംഗ് വിങ് ഇന്ന് വന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അടിയന്തരമായി അത് പ്രശ്നം പരിഹരിക്കാനും കെട്ടിടത്തിൻ്റെ നിലവിലുള്ള ശോച്യാവസ്ഥ സാധ്യമാകുന്ന വേഗതയിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ ശ്രദ്ധയോടെ നല്ല നിലയിൽ തന്നെ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുകയുമാണ്. ഈ കാര്യം നോക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആശുപത്രിയിൽ വന്നിട്ടുള്ളത്. വേറെയും ചില പ്രശ്നങ്ങൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതും പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N അബ്ബാസ്, HI C സന്തോഷ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലൂടെയുള്ള യാത്രയ്ക്ക് ഭീഷണിയായി നിരവധി മരങ്ങൾ. തിങ്കളാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ 6 കിലോമീറ്ററിനുള്ളിൽ പാതയ്ക്ക് കുറുകെ വീണത് 2 കൂറ്റൻ മരങ്ങൾ. അപകടം തലനാരിഴയ്ക്ക് ഒഴിവായെങ്കിലും 10-ലധികം വൈദ്യുതിക്കാലുകൾ പൊട്ടി. കോട്ടുപ്പാടം ഭീമനാട് മുതൽ ഉച്ചാരക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ പാതയ്ക്ക് ഇരുവശവും അപകടാവസ്ഥയിൽ നിരവധി വലിയ കൂറ്റൻ മരങ്ങളാണുള്ളത്. ഉള്ളുപൊള്ളയായവയും പകുതിയോളം ഉണങ്ങി ചിതലരിച്ചവയും ഇവയിലുണ്ട്. ഇത്തരത്തിലുള്ള 2 മരങ്ങളാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 ശക്തമായ കാറ്റിൽ അലനല്ലൂർ മുളപ്പേട്ടയിലും ഭീമനാട് സ്കൂൾ പടി പരിസരത്തും പാതയിലേക്ക് വീണത്. തലനാരിഴയ്ക്ക് അപകടം ഒഴിവായെങ്കിലും നിരവധി വൈദ്യുതിക്കാലുകൾ തകർന്നു. 12 മണിക്കൂറോളം വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതിയും മുടങ്ങി. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്നും അധികൃതരെ അറിയിച്ചിരുന്നെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല. സാക്ഷരതാ മിഷൻ നടത്തിയ 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ. വരോട് ചേരിക്കുന്ന വാർഡ് കൗൺസിലർ കെ സുരേഷ് കുമാറാണ് മിന്നും വിജയം നേടിയത്. പഠനത്തിന് പ്രായം ഒരു വിലങ്ങുതടിയല്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വരോട് കിഴക്കേതിൽ വീട്ടിൽ 54-കാരനായ കെ സുരേഷ് കുമാർ. 10ാം ക്ലാസ് എന്ന ആദ്യ കടമ്പയും മിന്നും ജയത്തോടെ പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് സുരേഷ് കുമാർ. 6ാം ക്ലാസ് വരെ മാത്രം പഠിച്ച സുരേഷ് കുമാർ ജീവിത പ്രയാസങ്ങളിൽ തട്ടി പഠനം നിർത്താൻ നിർബന്ധിതനാവുകയായിരുന്നു. 52ാം വയസ്സിൽ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി സുരേഷ് കുമാർ വീണ്ടും അക്ഷരലോകത്തിലേക്ക് എത്തുകയായിരുന്നു.
തുടർന്നാണ് ഇപ്പോൾ 10ാം തരം തുല്യതാ പരീക്ഷ എഴുതി മികച്ച വിജയം നേടിയിരിക്കുന്നത്. ഫിസിക്സിനും ബയോളജിക്കും ഇൻഫർമേഷൻ ടെക്നോളജിക്കും എ ഗ്രേഡ് അടക്കം നേടിക്കൊണ്ടാണ് സുരേഷ് കുമാർ 10ാം തരം വിജയിച്ചിരിക്കുന്നത്. ഇനി +2 എന്ന കടമ്പ കൂടി കടക്കണം. അതുകഴിഞ്ഞാൽ ഡിഗ്രിയും പൂർത്തിയാക്കണമെന്നാണ് സുരേഷിന്റെ ആഗ്രഹം. കഴിഞ്ഞ വർഷം എന്താ പറയുക 10ാം ക്ലാസ് എഴുതി തുല്യത 10ാം ക്ലാസ് തിരക്കടില്ലാത്ത മാർക്കോടെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇക്കുറി +1 ചേർന്ന് +2 കഴിയുമെങ്കിൽ ഡിഗ്രി തന്നെ, അതായത് മലയാളം ഡിഗ്രി കിട്ടുന്നതാണെന്ന് പറഞ്ഞു. മലയാളം ബിരുദം കൂടി എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞു, ഈ വർഷം +1 ചേർന്നിട്ടുണ്ട്. മണ്ണാർക്കാട് തെങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണ ക്ലാസ് നടത്തി. ഔഷധക്കഞ്ഞി, പത്തിലക്കറി, ഔഷധ ലഡു എന്നിവയുടെ വിതരണവും നടത്തി. തെങ്കര പഞ്ചായത്ത്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, റൂറൽ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്ലാസ് നടത്തിയത്. വിവിധ ഔഷധദ്രവ്യങ്ങളുടെയും ചികിത്സാ ഉപകരണങ്ങളുടെയും പ്രദർശനവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മുടെയൊക്കെ മുത്തശ്ശന്മാരുടെ കാലഘട്ടത്തിലായിരിക്കും കാലാവസ്ഥക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എനിക്കൊക്കെ ഓർമ്മയുണ്ട്. കർക്കിടക മാസം വരുമ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ ഭക്ഷണ രീതികളിൽ മാറ്റം വരും. ആയുർവേദം പറയുന്നത് വർഷകാലവും അതേപോലെ തന്നെ മഞ്ഞുകാലവും വേനൽക്കാലവും ഈ കാലത്തിന്റെ ആ ഋതുഭേദ മാറ്റങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിലും അതേപോലെ തന്നെ ചികിത്സയിലും എല്ലാം വേണ്ട മാറ്റം വരുത്തണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേനൽക്കാലം കഴിയുന്നതോടുകൂടി മഴക്കാലത്തിലേക്ക് കടക്കുമ്പോൾ, വർഷകാലത്തിലേക്ക് കടക്കുമ്പോൾ കർക്കിടക മാസം വരുമ്പോൾ പൊതുവെ നമുക്ക് ആരോഗ്യം കുറയുന്നതാണ് ആയുർവേദം പറയുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടോ? ആയുർവേദത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പണ്ടത്തെ കർഷകരും കർഷക തൊഴിലാളികളും അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി കർക്കിടക മാസത്തില് പ്രത്യേകമായ ഭക്ഷണ രീതികളും ചികിത്സയൊക്കെ ചെയ്യും. ഇന്ന് നമുക്ക് 360 ദിവസം ഒരേ ഭക്ഷണമാണ് അല്ലേ മക്കളെ? അല്ലേ? കർക്കിടക മാസത്തിൽ നമുക്ക് വേറെ ഭക്ഷണം ഉണ്ടോ? മാഷങ്ങളെ കുട്ടികളും കുട്ടികളും മിണ്ടണില്ല. സിനിമയിൽ പറഞ്ഞ പോലെ കർക്കിടക മാസം നമുക്കൊരു പ്രാധാന്യമില്ല അല്ലേ? കർക്കിടക മാസത്തിൽ എന്താ, നമുക്ക് എല്ലാ മാസവും അൽഫാമും ബ്രോസ്റ്റും അല്ലേ, കുഴിമന്തിയും മന്തി റൈസും ഒക്കെയാണ് നമുക്ക് താല്പര്യം അല്ലേ? അല്ലാതെ ഇപ്പൊ കർക്കിടക മാസത്തിൽ എന്തെങ്കിലും ഭക്ഷണം, ഔഷധ കഞ്ഞി കൂടെന്നോട് വിതരണമുണ്ട് അല്ലേ? ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KP ജഹീഹ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ സുകുമാരൻ, ചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PM ദിനേശൻ, ഡോക്ടർ P മഞ്ജു, ഡോക്ടർ CV ശ്രീഹരി, തെങ്കര സർക്കാർ സ്കൂൾ അധ്യാപകൻ KC സുരേഷ്, HMC അംഗങ്ങളായ ജോയ് മണിമല, TK ഹംസക്കുട്ടി, ഡോക്ടർ A കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തെങ്കര സർക്കാർ ഹൈസ്കൂളിലെ 50 വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ഡോക്ടർ മഞ്ജു ക്ലാസ് എടുത്തു. കേരള കർഷക സംഘം അമ്പലപ്പാറ വില്ലേജ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കർഷക സംഘം ഏരിയ കമ്മിറ്റി മെമ്പർ C അബ്ദുൾ ഖാദർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം അമ്പലപ്പാറ വില്ലേജ് കൺവെൻഷനാണ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പറും കർഷക സംഘം ഏരിയ കമ്മിറ്റി മെമ്പർ C അബ്ദുൾ ഖാദർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അടയ്ക്ക ഒഴികെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന അടയ്ക്ക എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഒറ്റപ്പാറ മേഖലയിലൊക്കെ ഒരു അപൂർവ ഉൽപ്പന്നമാണ്. അത് വ്യാപകമായിട്ടൊന്നും ഉണ്ടാക്കാൻ നടക്കും. ആ അടയ്ക്ക ഒഴികെയുള്ള ഏതൊരു ഉൽപ്പന്നത്തിനാണ് ഒരു മര്യാദ വിലയുള്ളത്? കൃഷിക്കാരുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം. അപ്പോൾ ഉൽപാദന ചെലവ് കൂടുകയും ഉൽപ്പന്ന വില ഇടിയുകയും ചെയ്യുമ്പോൾ വരവും ചെലവും തമ്മിൽ കൂട്ടിമുട്ടില്ല, സ്വാഭാവികമാണല്ലോ. അപ്പോൾ കൃഷിക്കാരന് കൃഷി ഒരു നഷ്ടക്കച്ചവടമാണ്. KV സോമസുന്ദരൻ അധ്യക്ഷനായി. കർഷക സംഘം അമ്പലപ്പാറ വില്ലേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മുതിർന്ന കർഷകനുമായ രാജനെ കൺവെൻഷനിൽ ആദരിച്ചു. K രാമകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും S സഞ്ജീവ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. T സേതുമാധവൻ, K വിനോദ് എന്നിവരും സംസാരിച്ചു. ഭാരവാഹികളായി T സേതുമാധവനെ സെക്രട്ടറിയായും K വിനോദിനെ പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. കരിമ്പുഴ കോട്ടപ്പുറം PKM ITI ക്യാമ്പസിൽ വെച്ച് തൊഴിൽമേള സംഘടിപ്പിച്ചു. പാലക്കാട് ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിംഗ് N സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും ശ്രീകൃഷ്ണപുരം പഞ്ചായത്തും PKM ITIയും സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്.
25ഓളം കമ്പനികൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ 100-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തൊഴിൽ തേടിയെത്തി. ക്യാമ്പസിനകത്തും പുറത്തുമുള്ളവർക്ക് മേളയിലൂടെ തൊഴിൽ നേടാൻ അവസരമുണ്ടായി. രാവിലെ പാലക്കാട് ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിംഗ് എൻ സന്തോഷ് കുമാർ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. പോർട്ടലിൽ കൂടി രജിസ്റ്റർ ചെയ്ത് ആവശ്യമുള്ള വിദഗ്ധ തൊഴിലാളികളെയും ആർക്കാണോ ഈ തൊഴിലാളികളെ ആവശ്യം വേണ്ടത് അവർക്ക്, അതായത് കമ്പനികൾക്ക് രജിസ്റ്റർ ചെയ്ത് ആവശ്യക്കാരെ ഏറ്റെടുക്കാനുള്ള സമയബന്ധിതമായി ജോലിക്കാരെ എത്തിക്കാനുള്ള സംവിധാനമാണ് സർക്കാരിൻ്റെ DWMS പോർട്ടൽ. അതിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന തൊഴിൽ ദാതാക്കളും അതേപോലെ തൊഴിൽ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നവരും ഈ DWMSൽ രജിസ്റ്റർ ചെയ്തു എന്ന് കരുതരുത്. ഈ മുമ്പകാലത്ത് ഈ ജോബ് ഫെയർ ഉണ്ടായിരുന്നില്ല, അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. മുമ്പേ ആർക്കാണോ ജോലി വേണ്ടത് അവരെ അന്വേഷിച്ച് പിടിച്ച് കമ്പനികളെ കണ്ടെത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ITI പ്രിൻസിപ്പൽ EP വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം M ദ്വാരകാനാഥൻ, മലമ്പുഴ ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ EK മുഹമ്മദ് അഷ്റഫ്, അനുരാജ്, P രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വീണ്ടും ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ക്ഷീരകർഷകർക്ക് ധാതുലവണവും വിരമരുന്നും അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും കന്നുകാലികളുടെ പ്രത്യുൽപാദന ശേഷിയും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനും നടത്തിവരുന്ന പദ്ധതിയാണ് ക്ഷീരകർഷകർക്ക് ധാതുലവണവും വിരമരുന്നും അടങ്ങിയ കിറ്റ് വിതരണം. 1000 വില വരുന്ന കിറ്റുകൾ 53 ഗുണഭോക്താക്കൾക്ക് സൗജന്യമായാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P മുഹമ്മദ് ഖാസിം അധ്യക്ഷനായി. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ MM ബിന്ദു, വാർഡ് മെമ്പർമാരായ NT ശ്രീദേവി, സൗദ സലീം, P ഗംഗാധരൻ, വെറ്ററിനറി സർജൻ ഡോക്ടർ ബോബിത സ്റ്റാലി തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടോപ്പാടം MIC വിമൻസ് അക്കാദമിയിൽ ജനാധിപത്യ രീതിയിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരാഴ്ചയായി നടന്നുവന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ശേഷമാണ് പ്രത്യേകം ക്രമീകരിച്ച 2 ബൂത്തുകളിലായി വോട്ടെടുപ്പ് നടന്നത്. മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, ഓഡിറ്റർ എന്നീ 6 സീറ്റുകളിലേക്കായി 12 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ആദ്യമായി വോട്ട് ചെയ്ത അനുഭവം വിദ്യാർത്ഥിനികൾ പങ്കുവച്ചു. വിദ്യാർത്ഥികൾക്ക് എവർക്കും ഒരു മാതൃകയായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ആകാംക്ഷയിലാണ് എങ്ങനെയാണ് ഈ വോട്ടിംഗ് രീതി എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഒരു ആധുനിക രീതിയിലുള്ള ഈ ഒരു വോട്ടിംഗ് സിസ്റ്റം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് MIC സംഘടിപ്പിച്ചിരിക്കുന്നത്. 2023-24 വർഷത്തിലേക്കുള്ള യൂണിയൻ മെമ്പേഴ്സിനെ ഒരു ഇലക്ട്രൽ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ തിരഞ്ഞെടുത്ത് പുതിയൊരു നേതൃത്വ പാടവൻ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു വോട്ടിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് തികച്ചും ഈ ഒരു രീതി എന്ന് പറയുന്നത്, ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരിക്കുന്നു. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ രീതി പറഞ്ഞാൽ നമ്മൾ തികച്ചും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു വോട്ടിംഗ് സിസ്റ്റം വളരെയധികം നമുക്ക് എളുപ്പമായി വോട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് തികച്ചും എളുപ്പമാക്കി തന്ന അല്ലെങ്കിൽ മോഡേൺ ആക്കി തന്ന് നമുക്ക് ഏവർക്കും മാതൃകയായി തീർന്ന ഈ MICക്ക് വലിയൊരു അഭിനന്ദനങ്ങളുണ്ട്. സ്വാബിറ സിദ്ദിഖും റിട്ടേണിംഗ് ഓഫീസറായി P നസീനയും
കൺട്രോളറായി പ്രിൻസിപ്പൽ ഫർഹാന നസ്രീനും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. വോട്ടിംഗ് നടന്ന തിങ്കളാഴ്ച തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടായി. പ്രസിഡന്റായി ഡിഗ്രി അവസാന വർഷ ബികോം വിദ്യാർത്ഥിനി KP ഷാനിബയും, വൈസ് പ്രസിഡന്റായി +2 കൊമേഴ്സ് വിദ്യാർത്ഥിനി C സദീദയും, ജനറൽ സെക്രട്ടറിയായി ഡിഗ്രി BA സോഷ്യോളജി അവസാന വർഷ വിദ്യാർത്ഥിനി അസ്ന ഹുസൈനും തെരഞ്ഞെടുക്കപ്പെട്ടു. ജോയിന്റ് സെക്രട്ടറിയായി +1 ഹ്യൂമാനിറ്റീസിലെ ഹനീനയും, ട്രഷററായി ഡിഗ്രി BA ഇംഗ്ലീഷ് ഒന്നാം വർഷ വിദ്യാർത്ഥിനി ഹിബ തസ്നീം, ഓഡിറ്ററായി ഡിഗ്രി BA സോഷ്യോളജി അവസാന വർഷ വിദ്യാർത്ഥിനി അൻഷിദ ഷെബിൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിൽ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള പൗരാവകാശം വോട്ടെടുപ്പിലൂടെ എങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്ന് വിദ്യാർത്ഥികളിൽ പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് MIC സെക്രട്ടറി ഹബീബ് ഫൈസി കോട്ടപ്പാടം പറഞ്ഞു. ഒരാഴ്ച മുമ്പ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഓരോ യൂണിയൻ തസ്തികകളിലേക്കുമുള്ള ഒന്നിലധികം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വോട്ടഭ്യർത്ഥനയും പ്രചാരണവുമൊക്കെ പൂർത്തിയാക്കി ഏറ്റവും ആധുനിക രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റ്, അതുപോലെ തന്നെ നിയമസഭ, ത്രിതല പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ മേഖലകളിലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വിദ്യാർത്ഥികൾക്കിടയിൽ പരിചയപ്പെടുത്തുകയും ജനാധിപത്യ ബോധമുള്ളവരാക്കുകയും അവർക്ക് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട അവസരം വരുമ്പോൾ അത് കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നിർവഹിക്കാനുള്ള ഒരറിവും പരിജ്ഞാനവും അവർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് വളരെ വ്യവസ്ഥാപിതമായി ഇങ്ങനെ ഒരു ഇലക്ഷൻ രീതി MIC ആവിഷ്കരിച്ചത്. 2024-2025 അധ്യയന വർഷത്തിലെ സഹ്ഫ സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ നേതൃത്വത്തിൽ കല്ലടിക്കോട് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കല്ലടിക്കോട് ബ്രാഞ്ചിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ക്യാമ്പ്. അഹല്യ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. കല്ലടിക്കോട് സാനാന ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ധനകാര്യ സ്ഥാപനം സുതാര്യതയും വിശ്വാസ്യതയും കൈമുതലാക്കി പ്രവർത്തിക്കുമ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത മുൻനിർത്തി മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാതൃകാപരമാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച പ്രസിഡന്റ് രാമചന്ദ്രൻ പറഞ്ഞു. വിവിധങ്ങളായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഈ അവസരത്തിൽ, മലപ്പുറത്ത് നിപയൊക്കെ പടർന്നു പിടിക്കുന്ന ഈ ഒരു അവസരത്തിൽ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. നിരവധിയായ മാരകമായ സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു കാലമാണിപ്പോൾ. തിരുവനന്തപുരത്ത് നമുക്കറിയാം, നെയ്യാറ്റിൻകരയിൽ കോളറ പടർന്നു പിടിക്കുകയാണ്. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ട്. ഇവിടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഡെങ്കിപ്പനി, അതുപോലെ തന്നെ H1N1 എലിപ്പനി തുടങ്ങിയ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ അവസ്ഥയിൽ ഇത്തരം മെഡിക്കൽ ക്യാമ്പിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഈ വിവിധങ്ങളായുള്ള ജീവിതശൈലി രോഗങ്ങൾ, പ്രഷറായാലും ഷുഗറായാലും ഒക്കെ തന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ വിവിധങ്ങളായുള്ള ജീവിതശൈലി രോഗങ്ങളാണ്. ആ അവസരത്തിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ആളുകൾക്ക് സൗജന്യമായി ചികിത്സയും മരുന്നും ഒക്കെ തന്നെ നൽകിക്കൊണ്ടുള്ള, അതുപോലെ ശസ്ത്രക്രിയ വരെ സൗജന്യമായി നൽകുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ വളരെ അത്യാവശ്യമാണ്. UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് ബലാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രമേഹ പരിശോധന, ബ്ലഡ് പ്രഷർ പരിശോധന, ഡയറ്റ് കൗൺസിലിംഗ്, വിദഗ്ധ ഡോക്ടർമാരുടെ വൈദ്യപരിശോധന എന്നിവ ക്യാമ്പിൽ സൗജന്യമായി നടത്തി. കൂടാതെ രക്തദാനവും നേത്രപരിശോധനയും നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം KC ഗിരീഷ്, UGS PRO ശ്യാംകുമാർ, ബ്രാഞ്ച് മാനേജർ മണികണ്ഠൻ, സോനു ശിവൻ, സെയിൽസ് മാനേജർ ശാസ്ത്രപ്രസാദ്, മാർക്കറ്റിംഗ് മാനേജർ ഷമീർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. 200ഓളം പേർ ക്യാമ്പിലെ മെഡിക്കൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി. ഈ വെഡ്ഡിംഗ് സീസണെ വരവേൽക്കാൻ കൈനിറയെ ഓഫറുകളുമായി സഫ ക്ലാരസ് ഷോറൂമുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. വെഡ്ഡിംഗ് സീസണിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ കളക്ഷനുകളുമായാണ് സഫ ക്ലാരസ് ജ്വല്ലറികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ആകർഷകമായ ഓഫറുകളും പാക്കേജുകളുമായാണ് ഈ വെഡ്ഡിംഗ് സീസണെ വരവേൽക്കാൻ സഫ ക്ലാരസ് ഷോറൂമുകൾ ഒരുങ്ങിയിട്ടുള്ളത്. ഓഫറിലൂടെ സെപ്റ്റംബർ 15 വരെ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ് ലഭിക്കുന്നതാണ്. കൂടാതെ സെപ്റ്റംബർ 30 വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 കപ്പിൾസിന് മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ 2.5% മുതൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% മുതൽ ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുണ്ട്.
ആകർഷകമായ ഈ ഓഫറുകളെല്ലാം ജൂലൈ 20 മുതൽ സെപ്റ്റംബർ 31 വരെ എല്ലാ സഫ ജ്വല്ലറി ഷോറൂമുകളിലും ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെ പെരിന്തൽമണ്ണ ഗൂഡല്ലൂർ ഷോറൂമുകളിലും ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെല്ലായിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. പട്ടിശ്ശേരി സ്വദേശി പ്രീതയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഓട്ടോ ഡ്രൈവർക്കും പരിക്ക്. ചെർപ്പളശ്ശേരി നഗരസഭ ഭരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ്. മാലിന്യ സംസ്കരണത്തിലും ഭരണനിർവഹണത്തിലും പോരായ്മ ചൂണ്ടിക്കാട്ടി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഭരണമെന്നും നേതാക്കൾ. പാലക്കാട് ജില്ലയിൽ അധിക +1 സീറ്റുകൾ വേണമെന്നാവശ്യപ്പെട്ട് MSF പ്രതിഷേധം. ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. നിപ്പ പട്ടാമ്പിയിലും ജാഗ്രത പുലർത്തണമെന്ന് മുഹമ്മദ് മൂസിൻ MLA. മലപ്പുറത്ത് മരണപ്പെട്ട കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ പട്ടാമ്പിയിൽ നിന്നുള്ള കുട്ടിയുള്ളതായും ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ലെന്നും MLA. കരിമ്പുഴയിൽ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായി പ്രവർത്തിച്ച 2 ഹോട്ടലുകൾ അടപ്പിച്ചു. മലിനജലം പുറത്തേക്കൊഴുക്കിയതിന് നടപടി. ചെർപ്പളശ്ശേരി നഗരത്തിലെ ഗതാഗതക്കുരുക്ക്. അനധികൃത പാർക്കിംഗ് കർശനമായി തടയാൻ ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ടൗണിൽ ബസ്സുകളുടെ സ്റ്റോപ്പുകൾ നിയന്ത്രിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.